ഏത്തയ്ക്ക ഉപയോഗിച്ച് മെഴുക്ക് പുരട്ടിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. പച്ചക്കായിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇവ ദഹനത്തിന് ഏറെ ഗുണം ചെയ്യും. കുടലിൻ്റെ ആരോഗ്യത്തിനും ഇവ സഹായിക്കുന്നു. 2 മീഡിയം സൈസിലുള്ള ഏത്തയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഏത്തയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം കനം കുറച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്, എങ്കിൽ മാത്രമേ പെട്ടെന്ന് വെന്ത് കിട്ടൂ. നേന്ത്രക്കായുടെ തൊലിയിൽ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തൊലി കളയാതെ എടുക്കുന്നതും നല്ലതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1/4 ഗ്ലാസ് അളവിൽ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് വേവിക്കുക. ഏകദേശം 5 മിനിറ്റ് വരെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഏത്തയ്ക്ക അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. അത് റെഡിയാക്കുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇവിടെ ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും വെളുത്തുള്ളി 6 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തത്, 10-15 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് പൊടിച്ചതുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വാടി കളറ് മാറാൻ തുടങ്ങുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ വേവിച്ച് വെച്ചിരുന്ന നേന്ത്രക്കായിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിനെ ഏകദേശം 3-4 മിനിറ്റ് വീതം ഇടവിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കേണ്ടതാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ മെഴുക്ക് പുരട്ടിക്ക് കുരുമുളക് പൊടി നിർബന്ധമായും ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. കുരുമുളക് പൊടി ചേർത്ത് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ്. മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായാൽ ലൈക്കും സപ്പോർട്ടും ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.